എന്തെന്നാ ചെയ്യാ ഇവളെ? രാവിലെ എണീറ്റ് പോയതാ, അന്നേരം മുതൽ ഫാൻ ഇട്ടിട്ട് അതങ്ങനെ തന്നെ. ബെഡ് ഒന്നും മടക്കി വെച്ചില്ല. എന്തെന്നാ ഇവളെ ഞാൻ ചെയ്യണ്ടേ? എനക്കാണ് പൂവമുണ്ടോ? ഷർട്ടും തേച്ചിക്കില്ല, ഷർട്ട് നിലത്ത് ഇടാന്ന് പറഞ്ഞാൽ തിരിഞ്ഞും വെച്ചിക്കില്ല. എന്തെന്നാ ഇവളെ ഞാൻ ചെയ്യണ്ടേ? ഇങ്ങനെയല്ല എന്നാ ചെയ്യാ? ജിത്തു, എന്താ രജിഷേട്ടാ? എന്തായിരുന്നു? എന്താ നിനക്ക് അറിഞ്ഞൂടെ? ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞതാണോ ഈ ഷർട്ട് തേച്ച് വെക്കണം, നാളെ രാവിലെ പോകുമ്പോ ഉണ്ടാന്ന്? നീ എന്താ ഇവിടെ കാണിച്ചു വെച്ചാ? ഈ ഫാൻ ഓഫ് ആക്കി രാവിലെ എണീച്ച് പോകുമ്പോ ഈ ബെഡൊന്നും മടക്കിയൊക്കെ എനിക്കാവനാ? നീ എന്താക്കി ഇത്ര നേരമായിട്ട്? എന്താന്ന് ചോദിക്കാൻ വന്നിക്കോള്? അത് ഞാൻ മറന്നുപോയി രജിഷേട്ടാ. തക്കട് തന്നെ സമ്മതിക്കുന്നില്ലായിരുന്നു. ഭയങ്കര കരച്ചിലും വാശിയല്ലായിരുന്നു. അവൻ എന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല രജിഷേട്ടാ. ഇങ്ങോട്ട് പോയി, ഞാനിപ്പോ തേച്ചുതരാം. തേക്കാനായിട്ട് നീ ഷർട്ട് അലക്കീനാ? അലക്കാണ്ട് എങ്ങനെയാ പിന്നെ തേക്കുക? എന്റെ കുഞ്ഞന്റെ കാര്യം പറയുന്നത്. എനിക്ക് മാത്രമേ ലോകത്തൊരു കുഞ്ഞനുള്ളൂ, ബാക്കി ആരും കുഞ്ഞനില്ലാലോ. കുഞ്ഞനുള്ള ആൾക്കാരല്ല ഈ പണി എടുത്തിട്ട് തന്നെയാ. എപ്പൊ നോക്കുമ്പോ ഒരു കുഞ്ഞന്റെ പേര് പറഞ്ഞു നിക്കോള്. ഇങ്ങെടുക്ക് പ്രജീഷേട്ടാ, ഞാനത് തേച്ചരാ. എന്നോട് വിട്ടുപോയി ഇവന്റെ കാര്യത്തില്. നീ അത് തേക്കണ്ട, എനക്കറിയാം. എനിക്ക് വേറെ ഏതെങ്കിലും എടുത്തിട്ട് പോന്നെ. ഇങ്ങെടുക്ക് പ്രജീഷേട്ടാ. നിന്നോട് ഞാൻ പറഞ്ഞ വെറുതെ എന്നോട് കൊണ്ട് പറയാത്ത നിൽക്കണ്ട, പോവനാ പറഞ്ഞ. നിങ്ങൾക്കിത് മനസ്സിലാവൂല. നിങ്ങൾ രാവിലെ പണിക്കാന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നല്ല. ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടാ? എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്? എന്നെ കുറ്റപ്പെടുത്താൻ മാത്രം അറിയാം, പറഞ്ഞിട്ട് കാര്യം മാത്രമല്ല ഇവിടെ ഉള്ളൂ. എന്താ എന്തെങ്കിലും ഒരു കാര്യം പിടിച്ച് ചെയ്യണം. 24 മണിക്കൂർ പറയുന്ന എല്ലാ സാധനം വാങ്ങി കൊടുക്കുകയും ചെയ്തിട്ട് കുഞ്ഞനെ നോക്കുന്ന പേര് പറയുന്നത്. ഈ ചെക്കൻ ഒന്നിനും സമ്മതിക്കൂലല്ല. ഇവന് എന്താ വേണ്ടേ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്തിനാ ഇങ്ങനെ കരയുന്ന വാവാ? അമ്മ അടുക്കളയിലില്ലേ? ഓ ഇല്ലടാ. എന്നാ